നമസ്തേ. ഞാൻ അയ്യനാർക്കുടി മധുസൂദനൻ. ഞാൻ പാരമ്പര്യമായ പൂജയും വൈദ്യവും ചെയ്തു വരുന്ന ആളാണ്. ഇപ്പോൾ ഇത് വീഡിയോയിൽ വരാൻ കാരണമെന്ന് വെച്ചാൽ ഞാൻ 12 വർഷം ശബരിമല പോയി. ശബരിമലയിൽ നിന്ന് ഇങ്ങനെ അയ്യൻ്റെ സ്വർണ്ണങ്ങളെല്ലാം എടുത്തു മാറ്റിയും യോഗദണ്ഡ് മാറ്റിയും രുദ്രാക്ഷം മാറ്റിയും ഇങ്ങനെ ഓരോരുത്തരെല്ലാം എടുത്തുകൊണ്ട് പോയി. പക്ഷെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അയ്യൻ്റെ വക എടുക്കുന്നവരെല്ലാം ഈ ശാപം 14 തലമുറ നിലനിൽക്കും. ഈ ശാപം ഏൽക്കാതിരിക്കണമെങ്കിൽ എടുത്ത സാധനം തിരികെ കൊടുക്കുകയും പ്രായച്ചിത്ത പൂജ ചെയ്ത് മാപ്പിരക്കുകയും ചെയ്താൽ ഇതിന്നൊരു ശമനമുണ്ടാവുകയുള്ളൂ. എന്ത് സാധനം എടുത്തുകൊണ്ട് പോയിരുന്നിരുന്നാലും അയ്യപ്പൻ പിടിക്കും, 100% ഉറപ്പ്. പിന്നെ ഈ നാമജപം മാത്രം കൊണ്ട് കാര്യം നടക്കില്ല. ഇന്ത്യയിലെ മാന്ത്രികത്തിൻ്റെ ഈറ്റില്ലമായ ഈറ്റില്ലം എന്നറിയപ്പെടുന്നതാണ് കേരളം. കേരളത്തിൽ താന്ത്രിക വിദ്യകളിലും മാന്ത്രിക വിദ്യകളിലും കൗളവും വൈശ്യവും ഇങ്ങനെ ഒരുപാട് ആചാരപ്രകാരം പൂജ ചെയ്യുന്ന അനേകം പേരുണ്ട്. ഈ അയ്യപ്പൻ്റെ സാധനം എടുത്തുകൊണ്ട് പോയവർക്ക് വേണ്ടി കോടതിയിൽ കേസ് നടക്കുന്നത് പോലെ താന്ത്രിക വിദ്യ ഇതെടുത്തുകൊണ്ട് പോയവൻ തിരികെ കൊണ്ടുവയ്ക്കാനും അതിനുള്ള പൂജകൾ എല്ലാവർക്കും ചെയ്യാവുന്നതാണ്. ആരും അതിനെക്കുറിച്ച് ഇതുവരെയും ഒരു വീഡിയോയിലും പറഞ്ഞിട്ടില്ല. ഞാനിപ്പോൾ പറയുന്നു, എന്നെ നാളെ ആരെങ്കിലും അങ്ങ് കൊന്നുകളയുമായിരിക്കും, കൊല്ലട്ടെ, എനിക്കതിന് ഭയമില്ല. പക്ഷേ അയ്യൻ എൻ്റെ കുടുംബത്തെ രക്ഷിക്കാൻ വേണ്ടി ആരെങ്കിലും ഒരാളെ വിടുമെന്ന് എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇതേവരെയും വെയിറ്റ് ചെയ്തിരുന്നത് ഇപ്പോൾ ഈ വീഡിയോ ചെയ്യാൻ കാരണം. ഒരുപാട് പൂജ അറിയാവുന്ന, മാന്ത്രിക വിദ്യകൾ അറിയാം, താന്ത്രിക വിദ്യകൾ അറിയാവുന്ന ഒരുപാട് ജാതി മത ഭേദമന്യേ ഒരുപാട് പേരുണ്ട്. അയ്യപ്പൻ്റെ ഭക്തിയുള്ളവർ എല്ലാ മാന്ത്രികന്മാരും ഒത്തൊരുമിച്ച് അവരവരാൽ കഴിയുന്ന പൂജകൾ ചെയ്ത് ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം, ഈ അയ്യപ്പൻ്റെ സാധനം എടുത്തുകൊണ്ട് ഒറ്റ എണ്ണത്തിനെയും ഒരൊറ്റ വ്യക്തി പോലും വിടാതെ പിടിക്കത്തക്കവണ്ണം പൂജകൾ ചെയ്യണം. അഥർവവേദത്തിലുണ്ട്, ശാക്തേയം, കൗളം, ഇങ്ങനെ പല വേദങ്ങളിലും ഇതിനെക്കുറിച്ച് പൂജകളുണ്ട്. അത് ചെയ്യുക. മോഷ്ടിക്കുന്നതെല്ലാം കള്ളന്മാർ തന്നെയാണ്. ആരെടുത്തിരുന്നാലും കള്ളം തന്നെയാണ്. ഞാനാണ് ഈ പയ്യൻ്റെ സാധനം അല്ല വേറെ ഏത് സാധനം എടുത്താലും കള്ളം തന്നെയാണ്. ഒരു കള്ളനെ ദണ്ഡിക്കാൻ കോടതിയിൽ ഒരുപാട് സമയം വേണ്ടി വരും. ഇപ്പോൾ കഴിഞ്ഞ് പോയ ഗ്രഹണം മുതൽ ഇതിൻ്റെ ഫലം എല്ലാവരും അനുഭവിക്കുമെന്ന് ഞാൻ എൻ്റെ അടുത്ത് പറഞ്ഞവരും വേണ്ടപ്പെട്ടവരടുത്ത് പലരിടത്തും പറഞ്ഞിരുന്നു. ഈ ഗ്രഹണം കഴിഞ്ഞത് മുതൽ ഞാൻ പറഞ്ഞവരടുത്ത് പറഞ്ഞിട്ടുണ്ട്, നോക്കിക്കോളി, ഈ ഗ്രഹണം കഴിയുന്നത് മുതൽ ഇതെടുക്കുന്നവർക്ക് എല്ലാവർക്കും ഇതിൻ്റെ ഫലം കിട്ടുമെന്ന്. അത് ആരെടുത്താലും ശരി, തന്ത്രിയായിരുന്നാലും മന്ത്രിയായിരുന്നാലും ക്ഷേത്ര സൂക്ഷിക്കുന്നവരായിരുന്നാലും ശരി, കാവലാളായിരുന്നാലും ശരി, ആരായിരുന്നാലും ശരി, ആരെടുത്തിരുന്നിരുന്നാലും ശരി, ഇതിൻ്റെ ഫലം അനുഭവിക്കും. അതുകൊണ്ട് എനിക്കൊന്നേ പറയാവുള്ളൂ, ഈ കേരളത്തിലുള്ള എല്ലാ നാനാജാതിയിൽപ്പെട്ട താന്ത്രികന്മാരെടുത്തും പറയാനുള്ള ഒരൊറ്റ കാര്യം, ഈ ക്ഷേത്രം മുതൽ മോഷ്ടിച്ചവർക്കൊക്കെയും ഒരു പണി കൊടുക്കത്തക്കവണ്ണം മാന്ത്രികത്തിൽ ഒരുപാട് വിധികൾ പറയുന്നുണ്ട്. അതിൽ അവരവർക്ക് അറിയുന്ന വിധികൾ ചെയ്യുക. ഇത് ചെയ്തതുകൊണ്ട് തലമുറകൾ നശിച്ചു പോവില്ല. കൊല്ലവന്ത ദുഷ്ടനെ കൊല്ലാവിട്ടാൽ 100 കോടി സിദ്ധരുടെ ശാപം ഉണ്ടാവുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് വേദാന്ത വ്യവഹാരത്തിൽ. അതുമാത്രമല്ല, ഈ പൂജ ചെയ്യാൻ അഥർവവേദത്തിൽ കൃത്യമായിട്ടും പറഞ്ഞിട്ടുണ്ട്. ഏത് കാണ്ഡമാണെന്നൊന്നും ഞാൻ വിശദീകരിച്ച് പറയുന്നില്ല. ഇഷ്ടമുള്ളവർ കേൾക്കട്ടെ, ആവുന്ന രീതിയിൽ ചെയ്യട്ടെ. ഞാൻ എൻ്റെ ഒരു എളിയ സന്ദേശം പറഞ്ഞതേ ഉള്ളൂ. നാളെ ഇതിൻ്റെ പിന്നിൽ എന്തൊക്കെ പ്രശ്നം വന്നിരുന്നാലും അനുഭവിക്കാൻ തയ്യാറായിക്കൊണ്ടാണ് ഈ വീഡിയോ ഇപ്പോൾ ചെയ്യുന്നത്. നന്ദി, നമസ്കാരം.